സച്ചി രേവതിയുടെ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. രവിയേട്ടൻ ചന്ദ്രമതിയോട് സ്വത്തിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. ചന്ദ്ര, എൻ്റെ കാലശേഷം സ്വത്തുക്കൾ 3 മക്കൾക്കുമായി നീ വീതിച്ചു കൊടുക്കണം. അക്കാര്യത്തിൽ നീ ഒരു പാർഷ്യാലിറ്റിയും കാണിക്കാൻ പാടില്ല ചന്ദ്രേ. ഇത് എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ സച്ചിയെയും രേവതിയെയും നീ ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും ഇറക്കി വിട്ടേക്കരുത് എന്ന് രവിയേട്ടൻ ചന്ദ്രയോട് പറയുന്നുണ്ട്. അവരുടെ സംസാരമൊക്കെ മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതി. ഇല്ല രവിയേട്ടാ, എന്നെക്കൊണ്ട് അതിന് പറ്റില്ല. 3 മക്കളെയും ഒരുപോലെ കാണാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയുന്നതല്ലേ. എനിക്ക് 2 മക്കളേ ഉള്ളൂ. അത് ശ്രുതിയും ശ്രീകാന്തുമാണ്. സച്ചി നിങ്ങളുടെ മകൻ മാത്രമാണ്. അവൻ ഒരു തരി സ്വത്ത് പോലും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ ജയിലിൽ കിടന്നവനല്ലേ. നമ്മളെന്തിനാ അവന് സ്വത്ത് കൊടുക്കുന്നേ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുന്നത് കേട്ട് രേവതി ആകെ ഷോക്കാവുകയാണ്. എന്നിട്ട് ഉടനെ രേവതി സച്ചിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ രേവതി, നീ വല്ലാതിരിക്കുന്നേ? എന്ത് പറ്റി? അമ്മ വല്ലതും പറഞ്ഞോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ലെന്ന് സച്ചിയേട്ടനെ അറിഞ്ഞൂടെ? എല്ലാം എനിക്ക് ശീലമായതല്ലേ. ഞാൻ ഷോക്കായത് വേറെ കാര്യം കേട്ടാ. ഈ അച്ഛനും അമ്മയും സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. സച്ചിയേട്ടൻ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നാണല്ലോ അമ്മ പറയുന്നത്. അത് സത്യമാണോ? എന്തിനാ സച്ചിയേട്ടൻ ജയിലിൽ പോയി കിടന്നേ? അതെനിക്കറിയണം. ആ കാരണം കൊണ്ടാണോ അമ്മ സച്ചിയേട്ടനെ മകനായി അംഗീകരിക്കാത്തത് എന്നൊക്കെ രേവതിയുടെ ചോദ്യം കേട്ട് സച്ചി ഒന്നും മിണ്ടാനാവാതെ നിൽക്കുന്നുണ്ട്. എന്താ സച്ചിയേട്ട ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിങ്ങളുടെ അമ്മ പറഞ്ഞത് ശരിയാണോ? സച്ചിയേട്ടനെ വെറുക്കാനുള്ള കാരണം എന്താണ്? അതോ സച്ചിയേട്ടനെ പ്രസവിച്ചത് ഈ അമ്മ തന്നെയാണോ? എനിക്ക് 2 മക്കളെ ഉള്ളൂ എന്നാണല്ലോ അമ്മ പറയുന്നത്. ഇനി സച്ചിയേട്ടൻ്റെ അച്ഛൻ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? വേറെ ഭാര്യയുണ്ടോ? അവരുടെ മകനാണോ സച്ചിയേട്ടൻ? ആരാ സച്ചിയേട്ടൻ്റെ അമ്മ? അതെനിക്കറിയണം എന്നൊക്കെ രേവതി ആവശ്യപ്പെടുകയാണ്. രേവതിയുടെ സംസാരമൊക്കെ വാതിൽക്കൽ നിന്നും ചന്ദ്രമതി കേൾക്കാൻ ഇടയാവുന്നുണ്ട്. രേവതി, നീ അതിര് കിടന്ന് സംസാരിക്കരുത്. എൻ്റെ അച്ഛൻ ഒരു പാവമാണ്. അമ്മയെ മാത്രമാണ് അദ്ദേഹം ഭാര്യയായി കണ്ടിട്ടുള്ളൂ. എന്നെ പ്രസവിച്ചത് ചന്ദ്രമതി എന്ന് പറയുന്ന സ്ത്രീ തന്നെയാണ്. നീ ചോദിച്ചില്ലേ ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ടോ എന്ന്? കിടന്നിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ ഞാൻ ജയിലിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പഠിക്കാനൊന്നും പറ്റാത്തത്. ശ്രുതിയെപ്പോലെ വലിയ ഡിഗ്രി വാങ്ങിക്കാൻ എനിക്ക് കഴിയാതിരുന്നത് ഈ കാര്യം കൊണ്ടാണ് എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് രേവതി ആകെ ഞെട്ടി നിൽക്കുകയാണ്. എന്താ സച്ചിയേട്ട ഈ പറയുന്നത്? സ്കൂൾ കാലം തൊട്ടേ ജയിലിൽ കിടക്കാൻ മാത്രം സച്ചിയേട്ടന് എന്ത് തെറ്റാ ചെയ്തേ എന്ന് രേവതി ചോദിക്കുമ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല രേവതി. വേറൊരാൾ ചെയ്ത തെറ്റിനാണ് ഞാൻ ഇത്രയും കാലം ശിക്ഷ അനുഭവിക്കുന്നത്. അത് മറ്റാരുമല്ല, എൻ്റെ ഏട്ടൻ ശ്രുതിയാണ്. എൻ്റെ അമ്മയ്ക്ക് 3 ആൺമക്കൾ മാത്രമായിരുന്നില്ല, ഒരു പെൺകുട്ടി കൂടി ജനിച്ചിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞ് പിറന്നതോടെ അമ്മയ്ക്ക് തന്നോടുള്ള സ്നേഹം കുറയുന്നതായി ശ്രുതിക്ക് തോന്നി. അമ്മ അവനേക്കാൾ ശ്രദ്ധിക്കുന്നത് ഇളയ മകളെയാണെന്ന് അവൻ വിശ്വസിച്ചു. അമ്മയ്ക്ക് ഞങ്ങളുടെ അനിയത്തിയായിരുന്നു കൂടുതൽ വാത്സല്യം. കാരണം ഞങ്ങൾ 3 ആൺമക്കളായിരുന്നല്ലോ. ഞങ്ങൾ മാത്രമല്ല, ഒരു പെൺകുഞ്ഞും കൂടി ഉണ്ടായിരുന്നത് ആ ശ്രുതിക്ക് പിടിച്ചില്ല. അവൻ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത് ആ കടുങ്കൈ കാണിച്ചു. ആ കാഴ്ച കണ്ട ഞാൻ ഓടിയെത്തിയത്. എൻ്റെ പെങ്ങളെ രക്ഷിക്കാനാണ് ഞാൻ ശ്രമിച്ചത് രേവതി. ഈ കാഴ്ച കണ്ട് അച്ഛനും അച്ഛമ്മയും ഒക്കെ അങ്ങോട്ട് ഓടി വരികയായിരുന്നു. എന്നിട്ടും എൻ്റെ കുഞ്ഞനിയത്തിയെ രക്ഷിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ല രേവതി. ശ്രുതിയുടെ കൈക്കൊണ്ട അവൾ മരിച്ചത്. ഇതിനൊക്കെ അച്ഛനും അച്ഛമ്മയും ഒക്കെ സാക്ഷിയാണ്. എന്നാൽ അമ്മ വന്നപ്പോൾ ശ്രുതി നന്നായിട്ട് അഭിനയിച്ചു. ഇതൊക്കെ ചെയ്തത് ഈ ഞാനാണെന്ന് അവൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞത്. അച്ഛനും അച്ഛമ്മയും അതിനെ എതിർത്ത് ഒന്നും പറഞ്ഞില്ല. എല്ലാം അച്ഛൻ്റെ നിർബന്ധമായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് മുന്നിലും നാട്ടുകാർക്ക് മുന്നിലും ഞാൻ പ്രതിയായി. എനിക്ക് ജയിലിലേക്ക് പോകേണ്ടി വന്നു രേവതി. അതിനുശേഷം ഇന്നുവരെ അമ്മ എന്നോട് നന്നായിട്ട് സംസാരിച്ചിട്ടില്ല. മകനായിട്ട് അംഗീകരിച്ചിട്ടില്ല. വെറുക്കപ്പെട്ട ശത്രുവായിട്ട അമ്മ എന്നെ ഇപ്പോഴും കാണുന്നത്. ഞാൻ എന്തു തെറ്റ് ചെയ്തിട്ടാ രേവതി? ഞാൻ എൻ്റെ കുഞ്ഞനുജത്തിയെ ഇല്ലാതാക്കിയിട്ടില്ല, രക്ഷിക്കാനാണ് ശ്രമിച്ചത്. എത്ര പറഞ്ഞിട്ടും ആരും ഒന്നും വിശ്വസിക്കുന്നില്ല. അച്ഛൻ എല്ലാം തുറന്നു പറയണം, എന്നാലേ എല്ലാവരും വിശ്വസിക്കൂ. എന്നാൽ അച്ഛൻ ഒരിക്കലും ഇത് ആരോടും പറയാനും പോകുന്നില്ല. അച്ഛമ്മയോട് പറയാനും സമ്മതിക്കത്തില്ല. മൂത്ത മകൻ്റെ ഭാവി ഇല്ലാതാക്കരുതെന്ന് അച്ഛനും കരുതി കാണും. ശ്രുതി ആഗ്രഹിച്ചതെല്ലാം നടന്നു. അമ്മയുടെ സ്നേഹം അവൻ തന്നെ കൂടുതൽ കിട്ടാൻ തുടങ്ങി. അതായിരുന്നല്ലോ അവൻ്റെ ആഗ്രഹവും. അങ്ങനെ അവൾ പോയതോടെ എനിക്ക് തരാനുള്ള സ്നേഹം കൂടി ചേർത്ത് അമ്മ അവന് കൊടുക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതം നശിച്ചു രേവതി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ശ്രുതി. എന്നാൽ ഇതൊക്കെ പുറത്തു നിന്ന് കേട്ട് ചന്ദ്രമതി ആകെ വല്ലാതായി നിൽക്കുകയാണ്. ഞാൻ ഇത്രയും കാലം കരുതിയിരുന്നതൊക്കെ തെറ്റായി പോയല്ലോ എൻ്റെ ഈശ്വര. ശ്രുതിയാണോ എൻ്റെ മകളെ ഇല്ലാതാക്കിയത്? അവൻ ചെയ്ത തെറ്റിന് സച്ചി ഇത്രയും ചെറുപ്പത്തിലെ ജയിലിൽ കിടന്നല്ലോ. ഒരു വാക്കെങ്കിലും രവിയേട്ടന് എന്നോട് പറയാമായിരുന്നില്ലേ? പാവം സച്ചിമോൻ. അവനെ ഇത്രയും കാലം ഞാൻ ഇങ്ങനെയൊക്കെ വേദനിപ്പിച്ചു. അവന് കൊടുക്കാനുള്ള സ്നേഹം മൊത്തം ഞാൻ മൂത്ത മകന് മാത്രമായിട്ട് കൊടുത്തു. എൻ്റെ തെറ്റാണ്.
ഞാൻ എല്ലാം മനസ്സിലാക്കണമായിരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ഞങ്ങൾക്കൊരു മകള് പിറന്നത്. ആ മോളെ ഇല്ലാതാക്കിയിട്ടും ശ്രുതിക്ക് ഇതുവരെ ഒരു കുറ്റബോധവും തോന്നിയില്ലല്ലോ. എല്ലാം അവൻ സച്ചിയുടെ മേൽ കെട്ടിവെച്ചു. ഒരു അമ്മയായ ഞാൻ സ്വന്തം മകനോട് ചെയ്യാൻ പാടില്ലാത്തതാ ഇതുവരെ ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം രവിയേട്ടനാണ്. എന്നോടെല്ലാം തുറന്നു പറയാമായിരുന്നില്ലേ? ഞാൻ അവനെ അവിശ്വസിക്കുമായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ചന്ദ്രമതി. അതേസമയം രേവതി സച്ചിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സച്ചിയേട്ടാ, നിങ്ങൾ ഇത്രയും കാലം ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചില്ലേ? ഇനിയെങ്കിലും എല്ലാം അമ്മയോട് തുറന്നു പറഞ്ഞൂടെ? ഞാൻ അച്ഛനോട് സംസാരിക്കാൻ പോവാ. നിങ്ങളുടെ ഏട്ടനെ പോലെ തെറ്റുകാരനാണ് നിങ്ങളുടെ അച്ഛനും. മൂത്ത മകനെ രക്ഷിക്കാൻ വേണ്ടി രണ്ടാമത്തെ മകനെ ബലിയാടാക്കിയില്ലേ? ഇത്രയും കാലമായിട്ടും അച്ഛന് സച്ചിയേട്ടനെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ തോന്നിയില്ലല്ലോ എന്നൊക്കെ രേവതി പറയുമ്പോൾ, അതൊന്നും വേണ്ട രേവതി. നീ ഇനി ഇതും പറഞ്ഞ് അച്ഛനെ വിഷമിപ്പിക്കല്ലേ. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം എൻ്റെ അച്ഛനെയാണ്. അതുകൊണ്ട് അച്ഛൻ ഇഷ്ടമില്ലാത്തത് ഒന്നും ഞാൻ ചെയ്യില്ല. നീ ഇക്കാര്യം അറിഞ്ഞതായി അച്ഛൻ്റെ മുന്നിൽ ഭാവിക്ക് പോലും ചെയ്യരുത്. ഇതൊക്കെ നമ്മളിൽ തന്നെ ഒതുങ്ങണം. അച്ഛനും അമ്മയും ഒക്കെ സന്തോഷമായി ജീവിക്കട്ടെ. ഇനിയും അമ്മയുടെ മുന്നിൽ ഞാൻ വെറുക്കപ്പെട്ട ഒരു മകൻ തന്നെ ആയിരിക്കും. ഞാൻ അങ്ങനെ ജീവിച്ചോളാം എന്നൊക്കെ സച്ചി പറയുകയാണ്. അതേസമയം ചന്ദ്രൻ നല്ല ദേഷ്യത്തിൽ രവിയേട്ടൻ്റെ അടുത്തേക്ക് വന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. ആ ബഹളം കേട്ട് സച്ചിയും രേവതിയും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തിനാ രവിയേട്ടാ, ഇത്രയും ആയില്ലേ സച്ചി തെറ്റുകാരനായിരുന്നു എന്നാണ് ഞാൻ ഇത്രയും നാൾ വിചാരിച്ചത്. എന്നാൽ എൻ്റെ മൂത്ത മകനായിരുന്നു എല്ലാം ചെയ്തത്. അതൊക്കെ നിങ്ങൾ എന്നോട് മറച്ചു വെച്ചില്ലേ? ഇന്ന് പിന്നെ സച്ചിയുടെ വായിൽ നിന്ന് തന്നെ എല്ലാം ഞാനത് കേട്ടു രവിയേട്ട. ഇത്രയും നാൾ എല്ലാം ഒളിപ്പിച്ച് വെച്ചത് എന്തിനായിരുന്നു? അതെനിക്കറിയണം. നിങ്ങൾ എല്ലാ സത്യങ്ങളും ഒളിപ്പിച്ചു വെച്ചത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവനെ ഞാൻ ഇത്രത്തോളം സ്നേഹിക്കേണ്ടി വന്നത്. അവനെ ഞാൻ വെറുക്കപ്പെടേണ്ടതായിരുന്നില്ലേ? എല്ലാം നിങ്ങൾ കാരണമാണ് എൻ്റെ ജീവിതവും സച്ചിയുടെ ജീവിതവും നിങ്ങളാ ഇല്ലാതാക്കിയത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിങ്ങൾ ഭാവിച്ചില്ലേ? ഇത്രയും കാലം സച്ചി എത്ര കഷ്ടപ്പെട്ടു. എല്ലാവരും കൂടെ എന്നെ ചതിക്കായിരുന്നില്ലേ മോനെ സച്ചി, ഞാൻ ഒന്നും അറിഞ്ഞില്ലടാ. ഈ അമ്മയോട് നീ പൊറുക്ക്. പാപിയായ അമ്മയായി പോയി ഞാൻ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര സച്ചിയുടെ അടുത്തേക്ക് വന്നപ്പോൾ സച്ചി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഡോർ അടക്കുകയാണ്. സച്ചി, വാതിൽ തുറക്ക്, അമ്മക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ചന്ദ്ര വിളിച്ചെങ്കിലും സച്ചി വാതിൽ തുറക്കാൻ തയ്യാറായില്ല. ചന്ദ്രേ, നീ സച്ചിയെ വിളിക്കണ്ട, അവൻ തുറക്കില്ല. അവൻ നല്ല സങ്കടത്തിലായിരിക്കും. പാവം, അവൻ ഒരു തെറ്റും ചെയ്യാതെയല്ലേ നീ അവനെ എന്തൊക്കെ പറഞ്ഞു. എല്ലാത്തിനും കാരണം എൻ്റെ സ്വാർത്ഥതയാണ്. മൂത്ത മകനാണ് ഇതിന് പിന്നിലെന്ന് നീ അറിഞ്ഞ നീ സ്വയം ഇല്ലാതാകുമെന്ന് ഞാൻ പേടിച്ചു ചന്ദ്രേ. നിന്നെ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് നിനക്കറിയാലോ. നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല. നിനക്ക് വേണ്ടിയാ ഞാൻ ഈ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചത്. നീ കടുംകൈ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി സച്ചിയെ ഞാൻ പ്രതിയാക്കി. എന്നോട് നീ ക്ഷമിക്ക് ചന്ദ്രേ എന്ന് പറഞ്ഞ് രവിയേട്ടൻ പൊട്ടിക്കരയുകയാണ്. എന്നാൽ ചന്ദ്രമതി രവിയേട്ടനെ ദേഷ്യത്തിൽ നോക്കി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് സച്ചിയുടെ അടുത്തേക്ക് വരാൻ ചന്ദ്രമതി. അമ്മ തൻ്റെ കാല് പിടിക്കാൻ വന്നപ്പോൾ സച്ചി അതിന് സമ്മതിക്കാതെ അമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുവാണ്. മോനെ സച്ചി, ഈ അമ്മയോട് നീ പൊറുത്തേ പറ്റൂ. പാപിയ ഞാൻ എനിക്ക് നിൻ്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്നറിയാം. ചെയ്തതിനെല്ലാം മോൻ എന്നോട് മാപ്പ് തരണം എന്ന് പറഞ്ഞ് ചന്ദ്ര കരയുമ്പോൾ സച്ചി അമ്മയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അമ്മ എന്തിനാ ഇതിനൊക്കെ മാപ്പ് പറയുന്നത്? അമ്മ ഒന്നും അറിഞ്ഞില്ലല്ലോ. ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ. അമ്മയുടെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും ഇങ്ങനെ തന്നെ എന്നോട് പെരുമാറുള്ളായിരുന്നു. അമ്മ കുട്ടിക്കാലത്ത് എനിക്ക് തന്ന സ്നേഹമുണ്ടല്ലോ, അതിൻ്റെ ഓർമ്മകളില്ല ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചത്. ഇനി എനിക്ക് അത് മതി അമ്മേ. അമ്മ ശ്രുതിയെ തന്നെ സ്നേഹിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ് സച്ചി. ഇല്ല മോനെ, ഇനി ഞാൻ അവനെ ഒരിക്കലും സ്നേഹിക്കില്ല. ഞാൻ നിന്നെ അകറ്റി നിർത്താൻ കാരണം അവനാണെന്ന് പറയുന്ന സമയത്ത് ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അമ്മ എന്തിനാ അവനോട് ഇങ്ങനെയൊക്കെ സ്നേഹത്തോടെ സംസാരിക്കുന്നതെന്നൊക്കെ ശ്രുതി ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അത് കേട്ട് ചന്ദ്രമതി ശ്രുതിയുടെ മുഖത്ത് തന്നെ ആഞ്ഞടിക്കുകയാണ്. ഇനി നീ എന്നെ അമ്മ എന്ന് പോലും വിളിച്ചേക്കരുത്. അതിനുള്ള അർഹത നിനക്കില്ലടാ. എൻ്റെ 2 കുട്ടികളുടെ ജീവിതമാണ് നീ തുലച്ചത്. നീ നിൻ്റെ മുഖം കൊണ്ട് ഇവിടുന്ന് പോകുന്നുണ്ടോ? എനിക്ക് ആ മുഖം കാണുന്നത് പോലും വെറുപ്പാടാ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെ ആയിരുന്നില്ലേ? എന്നിട്ടും നീ എന്തിനാ എൻ്റെ സച്ചി മോനെ ജയിലിലാക്കിയത്? സച്ചി മോൻ എന്ത് തെറ്റ് ചെയ്തിട്ടടാ? ഞാൻ എല്ലാം അറിഞ്ഞു. ഈ ഭൂമിയിൽ നിന്ന് എൻ്റെ പൊന്നു മോളെ നീ പറഞ്ഞയച്ചില്ലേ? ജീവിച്ച് കൊതി തീർന്നിട്ടില്ല അവളോടൊപ്പം. എന്നിട്ടും നീ ഇത് ചെയ്തില്ലടാ. അതും പോരാഞ്ഞിട്ട് ഒന്നും അറിയാത്ത പാവം സച്ചിമോനെ നീ പ്രതിയാക്കി. 2 ജീവിതങ്ങളാണ് നീ നശിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ കണക്ക് ഒരു കോടതിയിലും നിനക്ക് ബോധിപ്പിക്കാൻ പറ്റില്ല. എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞ് ചന്ദ്ര അവനെ പൊതിരെ തല്ലുവാണ്. എന്നാൽ ശ്രുതി ഓടി വന്ന് ചന്ദ്രയെ പിടിച്ചു മാറ്റുന്നുണ്ട്. എനിക്ക് മാപ്പ് തരണം അമ്മേ, തെറ്റ് പറ്റിപ്പോയി. അത് കുഞ്ഞുനാളിൽ സംഭവിച്ചതല്ലേ, അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തു പോയതാ അമ്മേ. എനിക്ക് അനിയത്തി ജനിച്ചതോടെ അമ്മയ്ക്ക് അവളോട് മാത്രമായി സ്നേഹം. അതുകൊണ്ട് അവളോട് കൊഞ്ചുന്നതും ചിരിക്കുന്നതും ഒന്നും എനിക്കിഷ്ടമായിരുന്നില്ല.
അമ്മ മൂത്ത മകനായ എന്നെയല്ലേ ഒരുപാട് സ്നേഹിച്ചത്. അവൾ എന്ത് തെറ്റ് കാണിച്ചാലും അമ്മ എന്നെയല്ലേ അടിക്കാറ്, വഴക്ക് പറയാറ്. അതൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ടാക്കി അമ്മേ. അമ്മ എന്നിൽ നിന്നും അകന്നു പോകുമോ എന്നുള്ള പേടി കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്ന് പറഞ്ഞ് ശ്രുതി പൊട്ടിക്കരയുകയാണ്. ഇല്ലടാ, ഞാൻ എല്ലാ മക്കളെയും ഒരുപോലെ തന്നെയാ കണ്ടത്. നിന്റെ സ്വാർത്ഥതയാണ് എല്ലാത്തിനും കാരണം. ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. എൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയല്ലേ നീ ഇത്രയും വലിയ തെറ്റ് ചെയ്തത്. എന്നാ കേട്ടോ, ഇനി ഒരിക്കലും നിനക്ക് എൻ്റെ സ്നേഹം കിട്ടാൻ പോകുന്നില്ല. ഇത് ചന്ദ്രമതിയുടെ വാക്കാണ്. ഞാൻ മരിച്ചാലും ശരി, നീ എൻ്റെ അടുത്തേക്ക് പോലും വരാൻ പാടില്ല. എനിക്കിനി 2 മക്കൾ മാത്രമേ ഉള്ളൂ. അത് സച്ചിയും ശ്രീകാന്തും മാത്രമാണ് എന്നെല്ലാം എല്ലാവരുടെ മുമ്പിൽ വെച്ചും ശ്രുതിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി സച്ചി രേവതി വരാനിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്